നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാം ലോക മഹായുദ്ധാനന്തരം സമാധാനത്തിനായി നിലവിൽ വന്ന ലീഗ് ഓഫ് നേഷൻസും പിന്നീട് വന്ന ഐക്യരാഷ്ട്ര സംഘടനയും എല്ലാം സമാധാനം നിലനിർത്തേണ്ടതിന്റെ അനിവാര്യതകളെ കുറിച്ച് പോയിന്റുകൾ നിരത്തിയിട്ടുണ്ട് എങ്കിലും ഒരു രാജ്യവും അതിന് എഴുതിയ പേപ്പറിന്റെ വില പോലും നൽകിയിരുന്നില്ല എന്നത് അവർ പ്രവൃത്തികളിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൃത്യമായ ആവർത്തനം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ 2-ലധികം വർഷങ്ങളായി റഷ്യ ഉക്രൈൻ യുദ്ധത്തിലൂടെ യൂറോപ്പിലും തീവ്രവാദികളും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിലൂടെ ഒരു വർഷത്തിലധികമായി പശ്ചിമേഷ്യയിലും നടമാടിക്കൊണ്ടിരിക്കുന്നത്. കാരണമില്ലാതെ തങ്ങൾക്കെതിരെ അമേരിക്കയുടെ അനുമതിയോടെ ഉക്രൈൻ ബ്രിട്ടീഷ് നിർമ്മിത മിസൈൽ അയച്ചതിന് പുടിന്റെ പ്രതികരണം മിസൈൽ അയച്ചവനെയും അതിന് കൂടെ നിന്നവനെയും എല്ലാം അണവായുധം ഉപയോഗിച്ച് ചാമ്പലാക്കും എന്നായിരുന്നു. ജനകോടികളുടെ പ്രാർത്ഥനകൾ കൊണ്ടാകാം പുടിൻ ഇതുവരെ അതിന് മുതിർന്നിട്ടില്ല. കാരണമില്ലാതെ തങ്ങളെ ആക്രമിച്ച ഹമാസിനെയും അവരുടെ കയ്യാളുകളായ ഹിസ്ബുള്ളകളെയും മിഡിൽ ഈസ്റ്റിലെ ഭീകരവാദത്തിന് ചുക്കാൻ പിടിക്കുന്ന ഇറാനെയും ഏകദേശം ഒതുക്കി ലെബനോനുമായി ഒരു വെടിനിർത്തലിനും ഇസ്രായേൽ തയ്യാറായി. എങ്കിലും തൊട്ടടുത്ത് തന്നെ കേട്ടത് സിറിയൻ വിമത തീവ്രവാദികൾ ബാഷർ അൽ അസാദ് സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുന്നു എന്നതാണ്. റഷ്യയും ഇറാനും ലെബനോനും ഒക്കെ ആസാദിനൊപ്പം നിന്നിട്ടും ബാഷർ അൽ അസാദ് സർക്കാർ നിലം പൊത്തുകയാണ് ഉണ്ടായത്. ബാഷർ അൽ അസാദ് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുകയും ചെയ്തു. അസാധ്യമായത് കൈപ്പിടിയിൽ ഒതുക്കിയ ആഹ്ലാദത്തിൽ വിമത ഭീകരന്മാർക്ക് നേരെ ചൊവ്വെ ഒന്ന് സന്തോഷിക്കാൻ കഴിയുന്നതിന് മുൻപ് ഇസ്രായേലിന്റെ മാരക ആക്രമണത്തിൽ സിറിയ ഇപ്പോൾ ഛിന്നഭിന്നമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇസ്രായേലിന്റെ ഈ മാസ്മര നീക്കത്തിന്റെ പിന്നിൽ എന്ന് അറിയാതെ ലോകം ഇപ്പോൾ കുഴയുമ്പോൾ വ്യക്തമായ ഗെയിം പ്ലാനോടെ തന്നെ ഇസ്രായേൽ തങ്ങളുടെ ദൗത്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1970 ശേഷം ഇങ്ങോട്ട് നീണ്ട 5 പതിറ്റാണ്ടുകൾ സിറിയയെ അടക്കി ഭരിച്ച അസാദ് കുടുംബത്തിന്റെ സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് ബാഷർ അൽ അസാദ് സർക്കാരിനെ ഹയാത്ത് തഹ്രീൻ അൽ-ഷാം എന്ന ഭീകരവാദ സംഘടനയുടെ നേതൃത്വത്തിൽ വ്രണത ഹൃദയന്മാരായ സിറിയക്കാർ ചേർന്ന് അട്ടിമറിച്ചു എന്നത് പോയ വാരത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത തന്നെയായിരുന്നു. ഇറാന്റെ ഒത്താശയോടെ നിരവധി ഉപജാപ വ്യവഹാരങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ച ബാഷർ അൽ അസാദ് എന്ന സ്വേച്ഛാധിപതിയും കുടുംബവും പ്രാണരക്ഷാർത്ഥം വ്ളാദിമിർ പുടിനിൽ അഭയം പ്രാപിച്ച് മോസ്കോയിൽ കഴിയുമ്പോൾ വിമത ഭീകരന്മാരുടെ നേതാവായ മുഹമ്മദ് ജുലാനിയുടെ നേതൃത്വത്തിൽ പുതിയ സിറിയൻ ഭരണകൂടം അവരോധിക്കപ്പെട്ടിരിക്കുകയാണ്. സിറിയയിൽ ഏഷ്യ ഭൂഖണ്ഡത്തിന് തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ മെഡിറ്ററേനിയൻ കടൽ തീരത്താണ് സിറിയ സ്ഥിതി ചെയ്യുന്നത്. തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണത്. ലബനനും ഇസ്രായേലും ഇറാഖും തുർക്കിയും സിറിയയുമായി അതിരുകൾ പങ്കിടുമ്പോൾ സിറിയയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ അവരിൽ നിന്ന് പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകളിൽ നിന്ന് ഇസ്രായേലിന്റെ കഴുകൻ കണ്ണുകൾ സിറിയയുടെ ചലനങ്ങളെ അടിമുടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ജുലാനിയുടെ ഭീകരപ്പട സിറിയയിൽ ആധിപത്യം ഉറപ്പിച്ചപ്പോൾ തന്നെ കൃത്യമായ കണക്കുകൂട്ടലുകളോടെ കളത്തിലിറങ്ങിയ ഇസ്രായേൽ സേന സിറിയയുടെ ആയുധപ്പുരകൾ കത്തിക്കുകയായിരുന്നു. അവരുടെ ആയുധ ശേഖരങ്ങളെ മുഴുവൻ ചാമ്പലാക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. പ്രതിഷേധ ശബ്ദങ്ങളെ അടിച്ചമർത്തിയും എതിര് നിന്നവരെ മുഴുവൻ ജയിലിലടച്ചും കടുത്ത സ്വേച്ഛാധിപതിയായി നീങ്ങിയിരുന്ന ആസാദ് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള വിമത നീക്കങ്ങൾ പലപ്പോഴും ശക്തമായിട്ട് ഉണ്ട്. എങ്കിലും 2011 നടന്ന ശക്തമായ ആഭ്യന്തര യുദ്ധത്തിന്റെ തുടർച്ചയെന്നവണ്ണമാണ് ഇപ്പോഴത്തെ അട്ടിമറി ഉണ്ടായത്.
റഷ്യയും ഇറാനും ചൈനയും ഒക്കെ ബാഷർ അൽ അസാദിനെ പിന്തുണച്ചുവെങ്കിലും യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും ഒക്കെ പിന്തുണയോടെയാണ് വിമത ശക്തികൾ ആക്രമണം വിജയിപ്പിച്ചെടുത്തത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇത്തരത്തിൽ നടന്ന വിമത പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയതിലൂടെ 3/4 ലക്ഷത്തോളം പേരെ കൊല്ലുകയും സ്ത്രീ പുരുഷ പ്രായഭേദമന്യേ ആളുകളെ തടവിലാക്കി ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്ത ബാഷർ അൽ അസാദ് ദിവസേന 50 പേരെയോളം തൂക്കിലേറ്റുകയും ചെയ്തിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തടവിലായവരിൽ പലരും നീണ്ട പതിറ്റാണ്ടുകൾക്ക് ശേഷം പുറംവെട്ടം കാണുന്നത് തന്നെ വിമത ഭീകരർ ജയിലറകൾ തുറന്നുവിട്ടപ്പോഴാണ് എന്നുള്ള റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ അവിടെ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം 27-ന് തുടങ്ങിയ പ്രക്ഷോഭങ്ങൾ ശക്തമാക്കിക്കൊണ്ട് നീങ്ങിയ വിമത ഭീകരന്മാർ ആദ്യം തന്നെ അലപ്പോ പിടിച്ചെടുത്തു. പിന്നാലെ സിറിയയിലെ 4ാമത്തെ വലിയ പട്ടണമായ ഹമായും വൈകാതെ ഹോംസ് നഗരവും പിടിച്ചെടുക്കുന്നതിന് ശേഷമാണ് അവർ സിറിയൻ ഭരണസിരാകേന്ദ്രമായ ദമാസ്കസിലേക്ക് എത്തിയത്. ഇനിയും വൈകിയാൽ പ്രാണൻ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ ബാഷർ അൽ അസാദ് ഉടനടി കുടുംബത്തെയും കൂട്ടി മോസ്കോയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു. ശ്ലീഹന്മാരുടെയും സെയിന്റ് പോളിന്റെയും ഒക്കെ കാലം മുതൽ ക്രൈസ്തവ വിശ്വാസത്തിന് ശക്തമായ പാരമ്പര്യ വേരുകൾ ഉണ്ടായിരുന്ന സിറിയയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് കേവലം 10% ക്രൈസ്തവർ മാത്രമാണ്. ആ രാജ്യം ഇപ്പോൾ ഭീകര ബാന്ധവമുള്ള സായുധ സംഘത്തിന്റെ കൈകളിൽ എത്തുമ്പോൾ അവരുടെ ജീവിതം ദുരിതപൂർണമാകുമോ എന്ന ആശങ്ക ക്രൈസ്തവ സമൂഹത്തിന് ശക്തമായിട്ട് ഉണ്ടായിരുന്നു. അത് ദൂരീകരിക്കുന്ന തരം സത്വര നടപടികളാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിമത ഭീകരരുടെ ഈ അട്ടിമറിയോടെ സിറിയ ഇപ്പോൾ വന്നു നിൽക്കുന്നത് ഇസ്രായേലിന്റെ ഗൺ പോയിന്റിന്റെ മുന്നിലാണ്. അതുമാത്രമല്ല, ഇസ്രായേൽ ഗോലാൻ ഹൈറ്റ്സിൽ ഉണ്ടായിരുന്ന ബഫർ സോൺ അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് കൂടാതെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്ക് വന്നാൽ ദമാസ്കസിലെ രാസായുധ കേന്ദ്രങ്ങൾ തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഭീകരന്മാർക്ക്. ഡമാസ്കസിന്റെ പതനം പൂർണ്ണമായി എന്ന് അറിഞ്ഞ ഉടൻ ആ ബഫർ സോണുകളും പിടിച്ചെടുത്ത ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം സിറിയയ്ക്ക് നേരെ അഴിച്ചുവിടുകയും ആയുധശാലകളും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. റഷ്യയെ പോലെയുള്ള ഒരു ശക്തമായ ആയുധശേഷിയുള്ള രാജ്യം സിറിയൻ ഔദ്യോഗിക സേനയെ പിന്തുണയ്ക്കാൻ ഉണ്ടായിരുന്നിട്ടും ഹയാത്ത് തഹ്രീർ അൽ-ഷാമിന് സിറിയയെ കീഴടക്കാൻ ആയിയെങ്കിൽ ഇസ്രായേൽ നശിപ്പിച്ച ആയുധ ശേഖരങ്ങൾക്കപ്പുറത്ത് ഇസ്രായേലിലേക്ക് ശക്തമായ നീക്കങ്ങൾ നടത്താൻ പോകുന്ന ശേഷി തങ്ങൾക്കുണ്ടെന്നൊക്കെ ഒരു ചിന്ത ഈ ഭീകരന്മാർക്ക് ഉണ്ടായി. അതവർ വിളിച്ചു പറയുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അത് തന്നെയാണ് അവർക്ക് ഇപ്പോൾ വിനയായി മാറിയിരിക്കുന്നതും. هنا أرض الإسلام، هنا دمشق، هنا فسطاط المسلمين، من هنا يا قدس، من هنا قادمون يا قدس. صبرا يا أهل غزة، صبرا صبرا. تكبير! الله أكبر! لبيك لبيك يا الله، لبيك 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 يا الله، لبيك 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 يا الله. ഇസ്രായേൽ എന്ന ഏക ലക്ഷ്യം മാത്രമാണ് മിഡിൽ ഈസ്റ്റിലെ എല്ലാ ഇസ്ലാമിക ഭീകരന്മാരുടെയും പൂതി എന്ന കാര്യം ഉറപ്പിക്കുന്ന തെളിവുകളാണ് അടുത്ത ദിവസങ്ങളിൽ ഈ ഭീകരന്മാരുടെ കൈകളിൽ നിന്നും പുറത്തു വന്നത്. ഗാസ നിവാസികളെ ഞങ്ങളിതാ വരുന്നു എന്നും ജെറുസലേമിലേക്ക് മാർച്ച് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ദമാസ്കസിലെ ഒരു പള്ളിയിൽ ഇരുന്നു കൊണ്ട് ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. ഇത് ദമാസ്കസ് ആണ് എന്നും ഇത് ഇസ്ലാമിന്റെ നാടാണ് എന്നും മുസ്ലിം കോട്ടയാണ് എന്നും ഗാസയിലെ ജനങ്ങളെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്നുമൊക്കെ ചോരക്കൊതി പൂണ്ട് ആക്രോശിക്കുന്ന ഒരു കൂട്ടം തോക്കുധാരികൾ അല്ലാഹു അക്ബർ വിളികളുടെ അകമ്പടിയോടെ പ്രതിജ്ഞയെടുക്കുകയായിരുന്നു. ഏതായാലും പ്രതിജ്ഞ ചൊല്ലി തീരുന്നതിന് മുൻപ് പറന്നെത്തിയ ഇസ്രായേലിന്റെ പോർവിമാനങ്ങൾ സിറിയയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്തത്. നേരത്തെ ഇറാനിൽ ആക്രമണം നടത്തിയത് കൂടാതെ സിറിയയിലും ഇറാൻ പണിത മാരകായുധ കേന്ദ്രങ്ങൾ മുഴുവൻ ചാമ്പലാക്കി കളഞ്ഞു. ആ ദിവസം 100 വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ സിറിയയിൽ അഴിച്ചുവിട്ടത്. ദമാസ്കസിലും ദാറയിലും ലതാക്കിയ ഹമ എന്നിവിടങ്ങളിലുമെല്ലാം സൈനിക കേന്ദ്രങ്ങളും മറ്റ് ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും അടക്കം ഇസ്രായേൽ ധൂളിയാക്കി കളയുന്ന കാഴ്ചകളാണ് കണ്ടത്. മുഹമ്മദ് ജുലാനിയുടെ ആശീർവാദത്തോടെ പുതിയ സിറിയൻ പ്രധാനമന്ത്രിയായ മുഹമ്മദ് അൽ ബഷീറിന് ബാഷർ ഇട്ടിട്ട് പോയ ഇരിപ്പിടത്തിലേക്ക് ഒന്ന് അമരാൻ കഴിയുന്നതിന് മുൻപേ അടുത്ത ആക്രമണവും ഇസ്രായേൽ അഴിച്ചുവിടുന്ന കാഴ്ചകളാണ് കണ്ടത്. ഇത്തവണ പക്ഷേ കാര്യങ്ങൾ അല്പം കടുപ്പം നിറഞ്ഞതായിരുന്നു. ടെൽ അവീവിൽ നിന്ന് പറന്നെത്തിയ 350ഓളം പോർവിമാനങ്ങൾ ദമാസ്കസ്, ഹോംസ്, ടാർട്ടസ്, ലതാക്കിയ, പാൽമിറ എന്നിവിടങ്ങളിലെ എയർഫീൽഡുകളിൽ
അണിനിരക്കുകയും മിസൈലുകളും ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ടാങ്കുകളും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും അടക്കം തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ആദ്യം തകർത്ത് കളഞ്ഞ ആയുധ ശേഖരങ്ങൾ കൂടാതെ സിഗ്നൽ സംവിധാനങ്ങൾ, വിമാനത്താവളങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, മർമ്മപ്രധാന സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം ശിഥിലമാക്കിയ ഇസ്രായേൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സിറിയയുടെ 300ഓളം കേന്ദ്രങ്ങളിൽ നടത്തിയത് 500ഓളം ആക്രമണ പരമ്പരകൾ തന്നെയായിരുന്നു. ഇത് പുതിയതും നാടകീയവുമായ ഒരു അധ്യായമാണ് എന്നും മുൻപ് പറഞ്ഞതുപോലെ പശ്ചിമേഷ്യയുടെ മുഖച്ഛായ തന്നെ തങ്ങൾ മാറ്റുമെന്നും ബാഷർ അൽ അസാദ് ഭരണകൂടത്തിന്റെ തകർച്ച എന്ന് പറഞ്ഞാൽ അത് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇറാനും തങ്ങൾ നൽകിയ കനത്ത പ്രഹരത്തിന്റെ നേരിട്ടുള്ള ഫലമാണ് എന്നും അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നത്. אין לנו כוונה להתערב בענייני הפנימיים של סוריה, אבל בפירוש יש לנו כוונה לעשות מה שצריך לדאוג לביטחוננו. במסגרת הזאת, אני השארתי לחיל האוויר להפציץ יכולות צבאיות אסטרטגיות שהשאיר צבא סוריה, כדי שאלה לא ייפלו בידי הג'יהאדיסטים. זה דומה למה שחיל האוויר הבריטי עשה, כשהוא הפציץ את הצי של משטר וישי ששיתף פעולה עם הנאצים, כדי שזה לא ייפול בידי הנאצים. אנחנו עושים יחסים תקינים עם המשטר החדש בסוריה. אבל אם המשטר הזה יאפשר לאיראן לחזור להתבסס בסוריה, הוא יאפשר העברת נשק איראני או כל נשק אחר לחיזבאללה, או יתקוף אותנו, אנחנו נגיב בעוצמה, אנחנו נגבה ממנו מחיר כבד, מה שקרה למשטר הקודם, יקרה גם למשטר הזה. തങ്ങൾക്ക് നേരെ നാളെ വളരാൻ സാധ്യതയുള്ള ശത്രുതയുടെ ഒരു ശക്തിയെയും തങ്ങളുടെ അതിർത്തിയിലേക്ക് അടുക്കാൻ പോലും അനുവദിക്കില്ലെന്ന് ഉറച്ച നിലപാടോടെയാണ് ഇക്കാര്യങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചു പറഞ്ഞത്. ഈ ആക്രമണത്തിലെ ഏറ്റവും വലിയ വിജയമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഇസ്രായേലിന് ഭീഷണിയാകുന്ന എല്ലാ സംവിധാനങ്ങളെയും നശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. സിറിയൻ നാവികപ്പടയ്ക്കെതിരെ നടന്ന ആക്രമണങ്ങളെല്ലാം വലിയ വിജയമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിശക്തമായ ഈ യുദ്ധനീക്കത്തിൽ സിറിയയുടെ 15ഓളം യുദ്ധക്കപ്പലുകളും തുറമുഖങ്ങളും ദമാസ്കസിന്റെ തെക്ക് പടിഞ്ഞാറുള്ള മെസെ എയർബേസിൽ സിറിയൻ സൈനിക ഹെലികോപ്റ്ററുകളും ഡസൻ കണക്കിന് സ്കഡ് മിസൈലുകളും ഇസ്രായേൽ ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. സിറിയ ആര് ഭരിച്ചാലും അവർ ഇസ്രായേലിനെതിരെ തന്നെ ആയിരിക്കും. അത് കണ്ടു തന്നെയാണ് ഒരു മുഴം മുൻപേ നടത്തിയ ഈ ആക്രമണത്തിലൂടെ അടുത്ത് കരകയറാൻ ആകാത്ത തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രായേൽ സിറിയയ്ക്ക് സമ്മാനിച്ചത്. ഉപരോധമോ യുദ്ധമോ ഇല്ലാതെ തങ്ങൾക്കെതിരെ ഒരുമ്പെട്ടു വരാൻ സാധ്യതയുള്ള ഒരു ശത്രുരാജ്യത്തെ പൂർണ്ണമായും ഇസ്രായേൽ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. കള്ളക്കടത്തിലൂടെയും മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയും ശതകോടികൾ ഉണ്ടാക്കി അതുപയോഗിച്ച് ഇറാനിൽ നിന്നും ഇതര ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ധാരാളം ആയുധങ്ങളും മിഗ്, സുഖൈ എന്നീ ഫൈറ്റർ ജെറ്റുകളും അടക്കം പല പ്രതിരോധ സംവിധാനങ്ങളും സിറിയ സ്വന്തമാക്കിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് സ്വന്തമാക്കി ബാഷർ അൽ അസാദ് സമാഹരിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ ഈ വിമത ഭീകരരുടെയോ ഇറാന്റെയോ കൈകളിൽ കിട്ടിയാൽ അത് ഇസ്രായേലിന് പ്രതിസന്ധിയാകുമെന്നതിനാൽ അവസരം മുതലെടുത്ത് സിറിയയെ ഇസ്രായേൽ സമ്പൂർണമായി അടിച്ച് നിരത്തി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ. റഷ്യ കൊടുത്ത SA-5, S-300 എന്നീ മിസൈൽ സംവിധാനങ്ങളും എയർ ഡിഫൻസ് ബാറ്ററികളും സ്കഡ് മിസൈലുകൾ അടക്കമുള്ള ആയിരക്കണക്കിന് മിസൈലുകളും അത്രത്തോളം റോക്കറ്റുകളും റോക്കറ്റ് ലോഞ്ചറുകളും മിഗ്, സുഗോയ് എന്നീ ഫൈറ്റർ ജെറ്റുകളും എയർക്രാഫ്റ്റുകളും വിവിധ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും എല്ലാം ഇസ്രായേൽ തകർത്ത് കളഞ്ഞതിൽ പെടുന്നുണ്ട്. തങ്ങളുടെ സുരക്ഷ തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിന് ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇത്തരമൊരു ആയുധ ശേഖരം ഇനിയും സ്വന്തമാക്കാൻ 100 കണക്കിന് മില്യൺ ഡോളർ ചെലവിട്ട് 10ലധികം വർഷങ്ങൾ സിറിയ പരിശ്രമിക്കുക തന്നെ വേണം എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതേസമയം സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ശക്തി പ്രാപിക്കുന്നു എന്നുള്ള നൂതനമായ മുന്നറിയിപ്പുമായി അമേരിക്കയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. സിറിയയെ തകർത്ത് തരിപ്പണമാക്കിയതോടെ ഇറാനും ഹമാസും ഇസ്രായേലിന് മുന്നിൽ കീഴടങ്ങാനുള്ള സന്നദ്ധതയുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് ഈ ആക്രമണത്തെക്കുറിച്ച് തങ്ങൾ സിറിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് എന്നും അവരത് കേട്ട് ജാഗ്രത പാലിക്കാതിരുന്നത് കൊണ്ടാണ് ഈ പതനത്തിലേക്ക് എത്തിയതെന്നും പറഞ്ഞുകൊണ്ടാണ് തനിക്ക് സ്വാധീനമുണ്ടായിരുന്ന രാജ്യം തകർന്നതിന്റെ പിന്നാലെ അനുരഞ്ജനത്തിന് തയ്യാറാണെന്നുള്ള ധ്വനിയുള്ള പ്രസ്താവനയുമായി ഇപ്പോൾ ആയത്തുള്ള അലി ഖൊമേനി ഭരണകൂടം, ഇറാനിലെ ഭരണകൂടം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇസ്രായേൽ മുന്നോട്ട് വെച്ച എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കുന്നുവെന്ന് സമ്മതിച്ചുകൊണ്ട് ഹമാസും വെടിനിർത്തലിനായി ഇസ്രായേലിനെ സമീപിച്ചിരിക്കുന്നുവെന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വാൾസ്ട്രീറ്റ് ജേണൽ അടക്കമുള്ള മാധ്യമങ്ങൾ ആണത് പുറത്തുവിട്ടിരിക്കുന്നത്. മുൻപ് സമവായ ചർച്ചകൾക്ക് ഇസ്രായേൽ വഴി തേടിയപ്പോൾ മസിൽ പിടിച്ചു നിന്നതുകൊണ്ട് ഹമാസിന്റെ നേതാക്കന്മാരെയെല്ലാം മണ്ണിനടിയിലേക്ക് പോവുകയും സംഘടന തകർന്ന് തരിപ്പണമാവുകയും ചെയ്തതോടെ ഇനി ഒരു ബലപ്പിടുത്തത്തിനും സാധ്യത ഇല്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ഹമാസും കീഴടങ്ങിയിരിക്കുകയാണ് ഇസ്രായേലിന് മുന്നിൽ ഇപ്പോൾ.
വളരെ സാധാരണക്കാരായ മനുഷ്യർ തങ്ങൾ പണം മുടക്കി വാങ്ങിയ പുരയിടം തങ്ങൾക്കായി നിലനിർത്താൻ നടത്തുന്ന അതിജീവന സമരങ്ങൾ ഇപ്പോൾ 2 മാസങ്ങൾ പിന്നിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിനോടകം കേരളത്തിൽ പല രാഷ്ട്രീയ സംഭവങ്ങളുണ്ടായി. 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. പലയിടത്തും തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. എന്നാൽ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം ഇപ്പോഴും സങ്കീർണമായി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുനമ്പത്തെ ജനങ്ങളിൽ ഭൂരിപക്ഷമായ ക്രൈസ്തവ സമൂഹം എല്ലായ്പ്പോഴും അവരുടെ രാഷ്ട്രീയ പ്രതിപത്തി നിലനിർത്തിയിരുന്നത് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടായിരുന്നു. എന്നാൽ മുനമ്പം കൂടി ഉൾപ്പെടുന്ന എറണാകുളത്തെ കോൺഗ്രസ് MP എല്ലാ അർത്ഥത്തിലും അവർക്ക് നൽകിയത് നിരാശ മാത്രമായിരുന്നു. ആ രോഷം അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് നേതൃത്വം മുനമ്പത്ത് എത്തിയപ്പോഴൊക്കെ തങ്ങൾ സമരക്കാർക്കൊപ്പമാണ് എന്നും മുനമ്പം വഖഫ് ഭൂമി അല്ല എന്നും അവർ ശക്തമായി തന്നെ ഊന്നി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമപരമായി ഞങ്ങൾ ഇപ്പോഴും ഒരേ നിലപാടാണ്. 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ്. ഗവൺമെന്റ് അത് വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതല്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. കമ്മീഷനെല്ലാം നിയമിച്ചിട്ടുണ്ട്. ആ കമ്മീഷന്റെ സമയപരിധി ചുരുക്കി എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്നൊരു റിപ്പോർട്ട് വാങ്ങിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റ് വിചാരിച്ചാൽ കഴിയും. ഞങ്ങളിത് ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ തേടി. ഒന്ന്, ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ആരാ അവകാശപ്പെടുന്നത്? സംസ്ഥാനത്തെ വഖഫ് ബോർഡ്. ആ വഖഫ് ബോർഡിനെ ആരാ നിയമിച്ചത്? സംസ്ഥാന സർക്കാർ. വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നത് ശരിയാണോ? അതാണ് നമ്മൾ ആദ്യം പരിശോധിച്ചത്. ഇതാദ്യം ഒരാൾ ഈ ഭൂമി ദാനം കൊടുത്ത സമയത്ത് ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ താമസിക്കുന്ന ഭൂമി വഖഫായി ദാനം കൊടുക്കാൻ പറ്റില്ല. ഒന്ന്, അത് തന്നെ അത് വഖഫല്ല. രണ്ടാമത്, അയാള് ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റുമായി വെച്ച എഗ്രിമെന്റിൽ ധാരണയിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ല ഉപയോഗിച്ചതെങ്കിൽ ഈ ഭൂമി ഇയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. വഖഫായി പ്രഖ്യാപിക്കുന്ന ഭൂമി ഒരിക്കലും അങ്ങനെ നിബന്ധനകൾ വെക്കില്ല. നിബന്ധനകൾ വെക്കാൻ പാടില്ല. വഖഫാണെന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തും വഖഫാണ്. അപ്പൊ നിബന്ധനകൾ വെച്ചിരിക്കുന്നത് കൊണ്ട് അത് വഖഫ് ബില്ലിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോ അത് പൂർണ്ണമായി വക്കീല് ഇരിക്കുന്നു. പെർമനന്റ് ഡെഡിക്കേഷനാണ്. വഖഫ് കൊടുത്തിട്ട് കണ്ടീഷൻ വെക്കാൻ പറ്റില്ല. അപ്പൊ കണ്ടീഷൻ വെച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് വഖഫല്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇത് മേടിച്ച ആള് അവര് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. എന്താ? ഞങ്ങൾ ഇതിന്റെ വില ഞങ്ങൾ വാങ്ങിച്ചു. അപ്പൊ ഞങ്ങളിത് വിറ്റാണ്. വില വാങ്ങിച്ചത് എങ്ങനെയാണ്? ഭൂമി താമസിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പണം വാങ്ങിച്ചു. ഞങ്ങൾ അവർക്ക് ഭൂമി കൊടുത്തു. പണം വാങ്ങിച്ച് വിറ്റ ഭൂമി എങ്ങനെയാ വഖഫാവുന്നത്? ഏത് നിയമം അനുസരിച്ചാ വഖഫാവുന്നത്? ഈ 3 കാരണങ്ങളാണ് ഞങ്ങൾ പഠിച്ചു ഉയർത്തിക്കാട്ടിയത്. ഇങ്ങനെ മുനമ്പം വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴൊക്കെ പ്രതിപക്ഷ നേതാവ് ഊന്നി പറഞ്ഞത് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നായിരുന്നു. സതീശൻ ഈ വാദഗതികൾ ഉന്നയിക്കുമ്പോഴൊക്കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ സതീശനൊപ്പം ഉണ്ടായിരുന്നു. പാണക്കാട്ടെ തങ്ങളും മുനമ്പത്തെ ജനങ്ങളോട് കാഥാമ്യപ്പെട്ടുകൊണ്ട് വരാപ്പുഴയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും എത്തിയിരുന്നു. എന്നാൽ മുസ്ലിം സംഘടനകളിൽ നിന്നും ഉളവാകാനിടയുള്ള എതിർപ്പുകളെ മുൻകൂട്ടി കണ്ട് ആയിരിക്കണം മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന മുന്നണി നിലപാട് തന്ത്രപൂർവം പറയാതെ ഞങ്ങൾ മുനമ്പന്മാർക്ക് ഒപ്പം ആണ് എന്നും
മുനമ്പത്ത് നിന്ന് ആരെയും ഇറക്കി വിടില്ലെന്നുമൊക്കെയുള്ള പല്ലവികൾ ലീഗ് നേതൃത്വം ആവർത്തിക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സമരത്തിന്റെ 50-ാം ദിവസം സമരക്കാർ ഹൈബി ഈഡനെ പ്രതീകാത്മകമായി ചാമ്പലാക്കിയതിന്റെ പിറ്റേന്ന് ഓടിപ്പാഞ്ഞ് മുനമ്പത്തെത്തിയപ്പോഴും സതീശൻ അക്കാര്യം ആവർത്തിച്ചിരുന്നു. ഉടനെ തന്നെ സതീശന്റെ പ്രസ്താവനകളെ വിമർശിച്ചുകൊണ്ട് കാന്തപുരം മുസ്ലിം വിഭാഗവും ലീഗിലെ തന്നെ MK മുനീറും രംഗത്ത് വന്നതോടെ കോൺഗ്രസിന്റെ നിലപാടുകൾ ദുർബലമാകുന്ന അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. അതിനു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവെന്നല്ല ആര് പറഞ്ഞാലും മുനമ്പത്ത് വഖഫ് ഭൂമി തന്നെയാണ് എന്നും അല്ല എന്ന് പറയാൻ മുനമ്പക്കാർക്ക് ഭൂമി വിറ്റ ഫറൂഖ് കോളേജിന് അവകാശമില്ലെന്നുമൊക്കെ തുറന്നടിച്ചുകൊണ്ട് മുസ്ലിം ലീഗിലെ യുവ നേതാവായ MK ഷാജി രംഗത്ത് വന്നത്. അതോടെ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? അവിടെ ഭൂമി വിലക്ക് വാങ്ങി പാർക്കുന്ന ആ പാവ മനുഷ്യരല്ല. പക്ഷെ അവർക്ക് ഭൂമി കൊടുത്തത് ആരാണ്? ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ്. വഖഫ് ചെയ്യപ്പെട്ട ഭൂമി ആരാണ് അവർക്ക് വിറ്റുകൊടുത്തത്? ആരാണ് അതിന് രേഖയുണ്ടാക്കിയത്? അന്ന് പിടിക്കേണ്ടത് CPM ആണോ കോൺഗ്രസ് ആണോ? അല്ലല്ലോ, അതിനല്ലേ ഇവിടെ ഭരണകൂടമുള്ളത്. ഫാറൂഖ് കോളേജിന് എന്ത് അധികാരമാണ് അത് വഖഫ് അല്ലെന്ന് പ്രഖ്യാപിക്കാൻ? അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടേ ഗവൺമെന്റ്. ഷാജിയുടെ പരാമർശം UDF-ന് തലവേദനയാകുകയും അതേക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തുവെങ്കിലും ഷാജി നിലപാട് ആവർത്തിച്ചതോടെ ഷാജിക്ക് പിന്തുണയുമായി മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാവ് ET മുഹമ്മദ് ബഷീറും രംഗത്ത് വരികയാണ് ഉണ്ടായത്. അതോടെ മറച്ചുവെച്ച അജണ്ടകളും മുനമ്പത്ത് നടത്തിയ സമവായ നീക്കങ്ങളും പൊളിഞ്ഞു എന്ന് ഉറപ്പിച്ച് പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന വാദഗളികളുമായി രംഗത്ത് വരുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. കുഞ്ഞാലിക്കുട്ടിയാകട്ടെ മുന്നണി നേതാവിനെ തള്ളിപ്പറഞ്ഞ് ഷാജിക്കെതിരെ ഒളിയപ്പ് തൊടുത്തുകൊണ്ട് ലീഗിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാണക്കാട് തങ്ങളാണെന്ന് പറയാനും മടിച്ചില്ല. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദഗതികളോട് ചേർന്ന് തന്നെയായിരുന്നു അതുവരെ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ശ്രമിച്ചതും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിലപാടുകളോട് യോജിച്ച് തന്നെയായിരുന്നു ആദ്യകാലത്ത് ലീഗ് നിലപാടുകൾ എടുത്തിരുന്നത്. എങ്കിലും ലീഗിലെ ഒരുപറ്റം നേതാക്കൾ അതിന് കടകവിരുദ്ധമായി നിലപാടുകൾ എടുത്ത് പ്രതിപക്ഷ നേതാവിനെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുകയായിരുന്നു. ശബരിമലയിൽ ദർശനത്തിനെത്തിയ സതീശൻ ലീഗിന്റെ മലക്കമറിച്ചിലിൽ അതൃപ്തി പൂണ്ട് തീവ്ര ലീഗുകാർ കോൺഗ്രസിന്റെ മുനമ്പം ഒത്തുതീർപ്പ് നയത്തിനും സമുദായ സൗഹൃദത്തിനും തുരങ്കം വെക്കുകയാണെന്നുള്ള നിലപാടിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മുനമ്പം വിഷയത്തിൽ ലീഗ് അടങ്ങുന്ന UDF മുന്നണിയിൽ ആലോചിച്ചു തന്നെയാണ് നിലപാട് എടുത്തത് എന്നും മുന്നണിയിൽ ഇക്കാര്യത്തിൽ യാതൊരു ഭിന്നതയുമില്ല എന്നും സംഘപരിവാറിന്റെ കെണിയിൽ വീഴരുത് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളത്. സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും അടക്കമുള്ള എല്ലാവരും ചർച്ചകളിൽ പങ്കാളികളായിരുന്നു. മുസ്ലിം സംഘടനകൾ പരസ്പരം പങ്കാളികളായിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ശ്രമിച്ചത് ഇതൊരു മതപരമായ പ്രശ്നമാക്കി സംഘർഷമാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാറിന്റെ ശ്രമം, അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന സർക്കാരിന്റെ ശ്രമം ഇതൊരു മതപരമായ പ്രശ്നമാക്കി മാറ്റി കേരളത്തിൽ ക്രൈസ്തവ ജനവിഭാഗവും ഇസ്ലാം ജനവിഭാഗവും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് അത് പോകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. ആ സാധ്യതകളാണ് ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചത്. അതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഒരാൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൂടി എറണാകുളത്ത് വന്ന് നേരിട്ട് ബിഷപ്പ്മാരെ കാണുകയും അതുപോലെ തന്നെ വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയുമായി അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തു. അപ്പോൾ ഇത് എല്ലാവരും ഒരേപോലെ പറയുന്ന കാര്യം എന്താ? അവിടെയുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കണം, അല്ലേ? അവർക്ക് പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം. ആ പെർമനന്റ് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം. ഗവൺമെന്റ് അതിന് പകരം ചെയ്തത് അത് നീട്ടിക്കൊണ്ടുപോയി അതൊരു വലിയ ഒരിക്കലും തീരാത്തൊരു പ്രശ്നമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അത് തന്നെയാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് പറയുന്ന ആളുകളൊരു കാര്യം ആലോചിക്കണം. ഒരു വശത്ത് ഇതെല്ലാം പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വഖഫ് ബില്ല് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വഖഫ് ബില്ലിനെ അതിശക്തിയായി എതിർക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ട്. ആ വഖഫ് ബില്ലിന് നമ്മൾ പിന്തുണ കൊടുക്കുന്നില്ല. അപ്പോൾ സംഘപരിവാർ പറഞ്ഞു വരുന്നത് ഇത് ശരിയാകണമെങ്കിൽ വഖഫ് ബില്ല് പാസ്സാകണമെന്നാണ്. അതിലേക്ക് ആരും പോകരുതെന്നാണ് എനിക്ക് എൻ്റെ അഭ്യർത്ഥന. ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ തർക്കങ്ങൾ ഉണ്ടാക്കാനോ ബഹളങ്ങൾ ഉണ്ടാക്കാനോ ഇല്ല. നിയമപരമായ കാര്യങ്ങൾ ഞാൻ മതപണ്ഡിതരൊന്നല്ലല്ലോ. മുനമ്പത്തെ തർക്കഭൂമി വഖഫ് ഭൂമി അല്ല എന്നത് തികച്ചും വസ്തുതാപരമാണ്. മുസ്ലിം ലീഗിന്റെ കൂടെ മുന്നണിയായ കോൺഗ്രസ് അക്കാര്യം പറയുമ്പോൾ അത് വെറുതെ പറഞ്ഞതാകുമോ? മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് സതീശൻ തെല്ലും ആശങ്കയില്ലാതെ ആവർത്തിച്ചത്
ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പ്രയോഗിക്കേണ്ടതിന് ലീഗിന്റെ കൂടെ സാന്നിധ്യത്തിലുണ്ടാക്കിയ UDF സ്റ്റണ്ട് മാത്രമായിരുന്നു എന്ന ആശങ്ക പലർക്കും ശക്തമായിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഒന്നിച്ചിരുന്ന് തീരുമാനിച്ച കാര്യങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ചതിച്ചത് മുസ്ലിം ലീഗാണെന്ന കാര്യങ്ങളും മുനമ്പം ഭൂമിയുടെ യാഥാർത്ഥ്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ട് മുനമ്പം സമരത്തിന് ധീരമായി ചുക്കാൻ പിടിക്കുന്ന ഫാദർ ജോഷി പയ്യാറ്റിൽ രംഗത്ത് വന്നത്. സിദ്ദിഖ് സേട്ടു എന്ന ആ വ്യക്തി വഖഫ് ചെയ്യാൻ തനിക്ക് അവകാശമില്ലാത്ത, നിയമപരമായ അവകാശമില്ലാത്ത ഒരവസ്ഥയിൽ വഖഫായി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത ആ ഡീഡ് അദ്ദേഹം തീർച്ചയായും വഖഫ് എന്ന് ടെക്നിക്കലായി ടേം വയ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹം തിരിച്ചെടുക്കുമെന്ന് കണ്ടീഷൻ പറഞ്ഞതുകൊണ്ട് അത് ഒരു കാരണവശാലും വഖഫല്ല. ഇനി ഒരു കാര്യവും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീ പ്രൊഫസർ KA ജലീൽ അദ്ദേഹം തൻ്റെ ആത്മകഥയായ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന ആത്മകഥയിൽ അധ്യായം 18 109 പേജിൽ അദ്ദേഹം കൃത്യമായി എഴുതി വച്ചിരിക്കുകയാണ്, 1,00,000 ഉറുപ്പിക വില നിശ്ചയിച്ചായിരുന്നു സിദ്ദിഖ് സേട്ടു ഫാറൂഖ് കോളേജിന് ഈ ഭൂമി നൽകിയത് എന്ന്. അതൊരു സെയിൽസ് ഡീഡായിരുന്നു എന്നാണ് തെളിയുന്നത്. 1967 മുതൽ 71 വരെ പറവൂർ സബ് കോർട്ടിൽ നടന്ന കേസ്, ആ കേസ് എന്തിനെ സംബന്ധിച്ചുള്ളതായിരുന്നു? ഈ ഭൂമി വഖഫാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളതായിരുന്നു. ഈ കുബുദ്ധികൾ ഇപ്പോൾ പറഞ്ഞു പരത്തുന്നത് സബ് കോടതിയിൽ വിധി വന്നു, ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് വിധി വന്നു എന്നാണ്. തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ്. അങ്ങനെ ഒരു കേസ് അവിടെ നടന്നിട്ടില്ല. പിന്നെ എന്ത് കേസാണ് നടന്നത്? ഈ സ്ഥലത്തിൻ്റെ തർക്കത്തെക്കുറിച്ചാണ്. ഫാറൂഖ് കോളേജ് അവരുടേതെന്ന് അവകാശപ്പെടുന്നു, അവരുടേതായ ഡീഡ് വെച്ച് നാട്ടുകാർ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നു. ആ ഒരു കേസാണ് സബ് കോർട്ടിൽ. ഇവർ തമ്മിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു എന്ന ചരിത്രം സാക്ഷിയാണ്. അതിൻ്റെ ഒരു സാക്ഷി കൂടിയാണ് പറവൂർ സബ് കോർട്ടിലെ ആ കേസും. ആ കേസിൽ വിധി വന്നത് ഇത് ഈ ഭൂമി ഫാറൂഖ് കോളേജിൻ്റെ വകയാണ്, അല്ലാതെ അവിടെ താമസിക്കുന്നവരുടെ വകയല്ല എന്നതാണ് അവിടുത്തെ വിധി. എന്നാൽ പാസിംഗ് ആയൊരു പരാമർശം 43-ാം നമ്പറിൽ നമ്മൾ കാണുന്നു. അത് പൊസഷനെ സംബന്ധിച്ചുള്ള ഒരു വാദഗതിക്കിടയിൽ കോടതി സൂചിപ്പിക്കുന്നതായി, അതായത് പൊസഷൻ വഖഫ് എന്ന ടൈറ്റിലോടുകൂടിയുള്ള ഈ സംഗതി. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ കോടതി ഈ വഖഫ് ഡീഡ് ശ്രദ്ധാപൂർവം വായിക്കുകയോ പഠിക്കുകയോ അതിലൊരു വിധി പറയുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ടൈറ്റിലിൽ വഖഫ് ഡീഡ് എന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയിൽ പൊസഷൻ ഒരു വാദഗതിയായി ഉയർത്തേണ്ടതില്ല എന്നാണ് പാസിംഗ് ആയി പറഞ്ഞു പോയത്. 1975 ഹൈക്കോടതിയിൽ ഇതേ കേസ് വന്നപ്പോൾ ഹൈക്കോടതി എന്താ പറഞ്ഞത്? രജിസ്റ്റേർഡ് ഗിഫ്റ്റ് ഡീഡ് ഫാറൂഖ് കോളേജിനുണ്ട് എന്നാണ്, അല്ലാതെ വഖഫ് ഡീഡ് എന്നല്ല. അതുകൊണ്ട് വളരെ വ്യക്തമാണ്, ഹൈക്കോടതി ഇതിനെ കാണുന്നത് ഗിഫ്റ്റ് ഡീഡ് ആയിട്ടാണ്. 1961 നിയമസഭയിൽ PT ചാക്കോ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ജനാർദ്ദനൻ MLA കൊണ്ടുവന്ന സബ്മിഷന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഇത് വഖഫ് ഭൂമിയാണ് എന്നല്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുമുണ്ട്. വഖഫ് ഭൂമിയാണ് എന്ന് നിയമസഭയിൽ പരാമർശം ഉണ്ടായിട്ടില്ല, മറിച്ച് ഫാറൂഖ് വക ഭൂമിയാണെന്നാണ്. ഈ വക എന്നുള്ളത് വഖഫ് എന്ന് പറയാൻ എളുപ്പമുള്ളത് കൊണ്ടാണോ ഇവർ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുബുദ്ധികൾ അസത്യങ്ങൾ പ്രചരിപ്പിച്ച് ഇത് വഖഫ് ഭൂമിയാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സർക്കാർ ഇനിയും ഒളിച്ചുകളി നടത്തരുത്, പ്രതിപക്ഷം ഇനിയും ഒളിച്ചുകളി നടത്തരുത്. ഇത് വഖഫ് ഭൂമിയല്ല എന്ന കൃത്യമായ നിലപാടിലേക്ക് ഭരണപക്ഷവും പ്രതിപക്ഷവും എത്തണം. മുനമ്പത്തെ ഭൂമി വഖഫിൻ്റേത് അല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ മുൻകാല അനുഭവങ്ങളിൽ ക്രൈസ്തവരെ തള്ളി മാത്രം നിലപാടെടുത്തിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് അത് പറയുമ്പോൾ അതിൽ സന്ദേഹം ഉളവാകുക സ്വാഭാവിക മാത്രമാണ്. എന്തായാലും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്ന് മുനമ്പത്തെ പാവങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നതിൽ VD സതീശൻ മുൻപന്തിയിൽ തന്നെ നിൽക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.